ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീലിങ്സ്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓക്കെ ആയിട്ട് വരിക കേട്ടോ. അത് നിങ്ങൾക്ക് റെസിനേഷൻ സംഭവിക്കാൻ വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ആയിട്ടുള്ള ഫീലിങ്സസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഷഫ്ലിംഗ് ആണ്. ഡേഞ്ചറസ്.
നമുക്ക് കുറച്ച് കാർഡ്സ് എടുത്ത് വെക്കാം. നമ്മുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് നമുക്ക് കാർഡ്സ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. യെസ്, എനർജി സിങ്ക് ആവുന്നുണ്ട്. മെഡിറ്റേഷൻ എനർജിയിൽ തന്നെ എല്ലാവരും ഇരിക്കുക. നല്ല സിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ എനർജി കളയാതിരിക്കുക. എനർജി നല്ലോണം സിങ്ക് ആവുന്നുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് ക്യൂൻ ഓഫ് വാൻസ്. ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തി ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ശക്തമായിട്ട് അത് നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ആ വ്യക്തി സഫർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ലൈഫ് എന്താണെന്നുള്ളതും ലൈഫിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും ഒരുപാട് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് ദാരിദ്ര്യം കഷ്ടപ്പാടും ചെറുപ്പം മുതലേ അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അച്ഛനോ അമ്മയോ കാണില്ല ആ വ്യക്തിക്ക്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ആ വ്യക്തിയാണ് ആ കുടുംബം വലുതാക്കി ആ വീട്ടിലെ ഏറ്റവും വരുമാന മാർഗം എന്ന് പറയുന്ന ആ വ്യക്തിയായിരിക്കും. ആ വീടിനെ, ആ കുടുംബത്തെ ഇത്രത്തോളം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരാളുടെ ഒരു അധ്വാന ഫലം കൊണ്ട് മാത്രമാണ്. അത്രയ്ക്കും ആ വ്യക്തി വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില കാര്യങ്ങളിൽ ആൾ പെട്ടുപോയിട്ട് ചില പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കുറേ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടൊരു ഡിസ്ട്രാക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, നിങ്ങളുമായിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിനു വേണ്ടി ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേ ബി അവരുടെ മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ സിൻസിയറായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. സിൻസിയറായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങളെ ഒരുപാട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് മേ ബി നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് കൂടെ എനിക്ക് പറയേണ്ടി വരും. ഒരു ട്വിൻ ഫ്ലെയിം ജേണി കൂടെയൊക്കെ പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സെയിം റീസൺ തന്നെയാണ്. അവർക്ക് വേറെ റിലേഷനോ വേറെ റിലേഷൻഷിപ്പോ അങ്ങനെ മറ്റൊന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങളെ അവർക്ക് ഉപേക്ഷിക്കാനും താല്പര്യമില്ല. നിങ്ങളിൽ താല്പര്യക്കുറവോ നിങ്ങളിൽ ഇംപ്രഷൻ കുറവോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കുറേ ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഭാരങ്ങളും ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന്. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പേറുന്ന അവർക്ക് നിങ്ങളെ ഇപ്പോൾ
എഫേർഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് ചേർന്ന് പോകുമ്പം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കേണ്ടി വരും. നിങ്ങളുമായിട്ട് ചേർന്ന് പോകുമ്പോൾ നിങ്ങൾ പറയുന്നൊക്കെ വാങ്ങി തരേണ്ടി വരും. അതിനിപ്പോൾ തൽക്കാലം ആ വ്യക്തിക്കുള്ള സ്ഥിതിയില്ല. പക്ഷെ അത് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കാനും അവരാഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവാൻ അവരിപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷനാണ്. അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർ മാറുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അവരിതിൽ നിന്ന് നിങ്ങളുടെ അടുത്തു നിന്ന് വകഞ്ഞു മാറാനുള്ള ഒരു കാരണം എന്ന് തന്നെ പറയാം. ആൻഡ് പറയാനുള്ളത് പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. പല സ്ഥലത്തും സ്റ്റക്നെസ് വരുമ്പോഴും നിങ്ങൾ മുന്നോട്ട് പോകാനും എണീറ്റ് ഓടാനും ഉള്ള നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി തന്നെയാണ്. പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പലതരത്തിലുള്ള അടികൾ പിടികളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടെയും എവിടെയൊക്കെയോ ഒരു കൊളുത്തിവലികളും എവിടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുകളും നിങ്ങൾ തമ്മിലുണ്ടെന്നാണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾ തമ്മിലൊരു കാന്തം അട്രാക്റ്റ് ചെയ്യുന്ന, അപ്പോൾ രണ്ട് കാന്തം ഇപ്പോൾ രണ്ട് സൈഡിൽ വെച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു കാന്തം അട്രാക്റ്റ് ചെയ്യുന്ന പോലെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും നിസ്സാരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാനോ കളയാനോ ഒന്നും പറ്റില്ല. കാരണം അത്രയ്ക്കും സിൻസിയറായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രീതി, നിങ്ങളുടെ ഒരു ടച്ച് പോലും, അത് ഞാൻ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു സാമീപ്യം, നിങ്ങളുടെ ഒരു അപ്രോച്ച്, നിങ്ങളുടെ ഒരു ടച്ച് പോലും, ഒരു സ്പർശനം പോലും ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഉണർത്തുന്നുണ്ട്. അതായത് അവരെ സ്ട്രെങ്ത് ആക്കുന്നുണ്ട്. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. നിങ്ങളൊരു കാന്തം പോലെ അവരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒത്തു നിന്നാൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് പേര് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരെ കാണുന്നുണ്ട്. ഫിനാൻസിൻ്റെ പേരിൽ, ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇഷ്യൂകളിൽ പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നവരെയും കാണുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ള പഴയ കാര്യങ്ങളെ ആലോചിച്ച് ഇപ്പോഴും വിഷമിക്കാതിരിക്കുക, ഓക്കെ ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. പഴയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു. അതിനെ ഇനിയും പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിച്ച് വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിവെക്കാതിരിക്കുക, നിങ്ങളെ അഴിച്ചിടുക, നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കി വിടുക. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് സംസാരിക്കേണ്ടയിടത്ത് നിങ്ങൾ പറയുക. നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതെ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള ആളുകളോട് മാത്രം സംസാരിക്കുക. ആൻഡ് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാണുന്നത്. ഏത് കോൺഫ്ലിക്ട്സിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ജയിച്ചു പോരാനുള്ള കഴിവ് നിങ്ങളുടെ ത്രോട്ട് ചക്ര നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആണ്. ഏത് കോൺഫ്ലിക്ട്സ് വന്നാലും അവിടെ നിങ്ങളുടേതായ പോയിന്റ്സ് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് വഴുതി മാറിപ്പോവാനുള്ള കഴിവ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുണ്ട്. അത് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു കഴിവാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് കാണുന്നവർ, മഴവില്ല് കാണുന്നവർ, 111, 555 ഇതൊക്കെ കാണുന്നവർ നിങ്ങൾക്കുള്ള സിഗ്നൽസാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നിങ്ങളിപ്പോൾ അടുക്കാൻ പോവുകയാണ്. ആ സ്റ്റേജിൽ നിന്നും നിങ്ങൾ അധികം വൈകാതെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അത് എഫേം ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അത് നിങ്ങൾക്ക് വരാനുള്ള കുറുക്ക് വഴിയാണ്. ആൻഡ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.